ജോഗ്രഫി അറ്റ് ഫിംഗർ ടിപ്സ്? അങ്ങനെ ഫസ്റ്റ് ഇയർ ജോഗ്രഫി എക്സാം എല്ലാവരും നല്ല രീതിയിൽ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നും കരുതുന്നു. കാരണം നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് വന്നിരുന്നു. A+ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ എല്ലാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് വന്നിരുന്നു. അങ്ങനെ ഒരുവിധം ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ജോഗ്രഫി എക്സാം എന്ന് ഞാൻ കരുതുന്നു. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആൻസർ കീ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ ശരി ഉത്തരങ്ങളും ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. സോ മോഡൽ പോലെ തന്നെയായിരുന്നു. 4 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെക്ഷൻ 1 മാർക്ക്, 6 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 കമ്പൽസറി ആണ്. MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ്, 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 6 കമ്പൽസറി ആണ്, 6 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ബാക്കി സെക്ഷൻസ് 2 മാർക്ക്, 3 മാർക്ക് ആൻഡ് ഫൈനലി 4 മാർക്സ്, അതിനകത്തൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് തന്നെ നോക്കാം. സോ ഫസ്റ്റ് സെക്ഷൻ എ എന്ന് പറയാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് MCQ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ ട്രോപ്പോസ്ഫിയർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 മീറ്റർ ഓഫ് ഹൈറ്റ്. ഇത് ട്രോപ്പോസ്ഫിയറിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടിയാണ് അല്ലെ. നിങ്ങൾ 5 ലെയേഴ്സ് അറ്റ്മോസ്ഫിയറിലെ അന്തരീക്ഷത്തിൽ 5 പാളികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ട്രോപ്പോസ്ഫിയറിന്റെ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത്. ഉത്തരം എന്താണ്? നോർമൽ ലാപ്സ് റേറ്റ് ആണ് അല്ലെ. താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയും. ട്രോപ്പോസ്ഫിയറിലെ എന്താണ് ഓരോ 165 മീറ്ററും മുകളിലോട്ട് പോകുമ്പോൾ അല്ലെ ഉയരത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയർ നല്ല രീതിയിൽ ഒന്ന് വായിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് എഴുതാൻ സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രൈം ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ മാസ് മൂവ്മെന്റ്. മാസ് മൂവ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ദ്രവ്യനീക്കം അല്ലെ, ദ്രവ്യനീക്കത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണം, ഓപ്ഷൻ എ, അതാണ് ഉത്തരം. ദ്രവ്യനീക്കത്തിന്റെ പ്രധാന കാരണം എന്താണ്? ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണമാണ് ഉത്തരം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആൻസർ ഈ പറയുന്നത്. ഇതൊരു GK കൂടിയാണ്, ഇതൊരു ഫാക്റ്റ് ആണ്, ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഇല്ല, ഇൻ കേസ് നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ശരി ഉത്തരം എന്ന് പറയുന്നത് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ എന്നതാണ് ചോദ്യം. ഉത്തരം സി, നീലഗിരി റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് എന്നതാണ് ഓപ്ഷൻ സി, നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ, എഴുതിയിട്ടില്ല അല്ലെങ്കിൽ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 1 മാർക്ക് കിട്ടും. ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാം, കാരണം ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഫൗണ്ട് വിത്തിൻ എ സ്പെസിഫൈഡ് ജോഗ്രഫിക് റീജിയൻ. ഇത് ഡയറക്റ്റ് ആയിട്ട് അതേ പാഠത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണ്, ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഉത്തരം എന്ത് തന്നെയാണ്? ബയോഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, ജൈവ വൈവിധ്യമാണ് ഉത്തരം എന്ന് പറയുന്നത്. അതേ ചോദ്യത്തിൽ നിന്ന് തന്നെ, അതേ ടെക്സ്റ്റ് ബുക്കിൽ, അത് മീൻസ് ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്ന ചോദ്യമാണ് ജൈവ വൈവിധ്യം. ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളുടെ ഇനങ്ങളും എണ്ണവും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വൈവിധ്യം എന്താണ്? ജൈവ വൈവിധ്യം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അല്ല, ഫിഫ്ത് ക്വസ്റ്റ്യൻ, പ്രതിഫലിച്ചു പോകുന്ന വികിരണത്തിന്റെ അളവ് അറിയപ്പെടുന്നത് എന്താണ്? അതായത് റിഫ്ലക്റ്റഡ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഈസ് കോൾഡ് ആൽബഡോ. റിഫ്ലക്റ്റഡ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഈസ് കോൾഡ് ആൽബഡോ, അല്ലെങ്കിൽ എന്ത് പറയുന്നു? പ്രതിഫലനത്വം. ആൽബഡോ, പ്രതിഫലിച്ചു പോകുന്ന വികിരണത്തിന്റെ അളവ് പ്രതിഫലനത്വം. പ്രതിഫലിച്ചു പോകുന്നു, പ്രതിഫലനത്വം, അങ്ങനെ ഓർത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടെങ്കിലും ആ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിഫലിച്ചു പോകുന്നു, പ്രതിഫലനത്വം, അങ്ങനെ ഓർത്ത് എഴുതാം, അല്ലെങ്കിൽ ആൽബഡോ, അതായിരുന്നു ഉത്തരം. ഓക്കെ, ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരമായി മാപ്പിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരമായി വരുന്ന ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഇസ് ഹൈയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിൽ ഹൈയസ്റ്റ് പീക്ക് ഏതാണ്? ആനമുടി. ഓക്കെ, ഓപ്ഷൻ ബി, ആനമുടിയാണ് അതിന്റെ ഉത്തരം. ഓക്കെ, സോ ഇത്രയുമായിരുന്നു ഫസ്റ്റ് സെക്ഷനിലെ ശരിയായ ഉത്തരങ്ങൾ. അപ്പോൾ എല്ലാവരും ശരിയായി എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. 10 ചോദ്യങ്ങളാണ് സെക്ഷൻ ബിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 7 മുതൽ 18 വരെ 12 ചോദ്യങ്ങളുണ്ട്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ നിങ്ങൾ 10 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, കമ്മിങ് ടു 7th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഗ്രീൻ ഹൗസ് എഫക്ട്, നെയിം എനി 2 ഗ്രീൻ ഹൗസ് ഗ്യാസസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗ്രീൻ ഹൗസ്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു.
ആ ചോദ്യം ചോദിച്ചു. അതുപോലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പേര് എഴുതാൻ ഇതിനു മുമ്പും ചോദിച്ചിരുന്നു. അവിടെ 4 ഗ്രീൻ ഹൗസ് ഗ്യാസസ് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. 4 ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഹരിതഗ്രഹ വാതകങ്ങളുടെ പേര് എഴുതാൻ. ഇവിടെ 2 എണ്ണത്തിന്റെ പേര് എഴുതാനും എന്താണ് ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണ് ഡിഫൈൻ ചെയ്യാനാണ്. നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് അത് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് എഴുതുന്നത്. ദ പ്രോസസ് ദാറ്റ് വാം അറ്റ്മോസ്ഫിയർ ആർ ഓഫൺ കളക്റ്റീവ്ലി റിഫേഴ്സ് ടു ആസ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. എന്താണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിനെ ചൂട് പിടിപ്പിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ എന്ത് കൂടുന്നു? താപനില വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അന്തരീക്ഷ ചൂട് വർദ്ധിക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് എന്ത് ഹരിതഗ്രഹ പ്രഭാവം. ഇനി നാലെണ്ണത്തിന്റെ പേര് ഇവിടെ 4-5 ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണത്തിന്റെ പേര് എല്ലാവർക്കും എഴുതാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, CO2, ക്ലോറോഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFCs എന്ന് എഴുതാം. ഇപ്പൊ നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതിയില്ല, ഇതിന്റെ ആ ഒരു ഷോർട്ടായിട്ടാണ് എഴുതുന്നതെങ്കിൽ പോലും അതും ശരിയാണ്. മീഥേൻ CH4, നൈട്രസ് ഓക്സൈഡ് N2O ആൻഡ് ഓസോൺ അല്ലെങ്കിൽ O3. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. ആ 2 എണ്ണം എഴുതുന്നതിന് അര അങ്ങനെ 1 മാർക്ക് കിട്ടുന്നു. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് ഹരിതഗ്രഹ പ്രഭാവം എന്ന് എഴുതുന്നതിന് 1 മാർക്ക് കിട്ടുന്നു. അങ്ങനെ 2 മാർക്ക് ടോട്ടൽ ലഭിക്കുന്നു. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൂവ്മെന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഡയസ്ട്രോഫിസം. വിരൂപണ ചലനങ്ങൾ. ഇത് നമ്മൾ A+ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഡയസ്ട്രോഫിസം, അതുപോലെ തന്നെ മുകളിലുണ്ടാവുന്ന നമ്മുടെ കറ്റാസ്ട്രോഫിസം അല്ലെങ്കിൽ മുകളിലുണ്ടാവുന്ന സഡൻ മൂവ്മെന്റുകൾ. അങ്ങനെ 2ആയിട്ടാണ് ഭൂമിയിലെ ചലനങ്ങളെ തിരിക്കുന്നത്. സഡൻ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പുറത്തുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്നതാണ്. അത് ഡയസ്ട്രോഫിസം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളിലുണ്ടാവുന്നതാണ്. ഇപ്പൊ ടെക്ടോണിക് അല്ലെങ്കിൽ ഫലക ചലനമൊക്കെ അതിൽ വരും. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ് ഓറോജെനിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഓറോഗ്രഫി എന്ന് പറയുന്നത്. പർവ്വത രൂപീകരണം. ഓക്കെ, പർവ്വത രൂപീകരണം, അതാണ് ഓറോജനി. ഇപ്പൊ പർവ്വത രൂപീകരണ ചലനങ്ങൾ. എപ്പിറോജനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഖണ്ഡ രൂപീകരണമാണ്. അപ്പൊ എപ്പിറോജനി ഭൂഖണ്ഡ രൂപീകരണം എന്ന് എഴുതാം. പിന്നെ എർത്തുകേക്ക്, ഭൂകമ്പം, ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നതല്ലേ. ഭൂമിയുടെ ഉള്ളിലെ ഫലക ചലനവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു ഊർജ്ജത്തിന്റെ ഒരു പ്രതിഫലനമൊക്കെയാണ് എർത്തുകേക്ക്. അപ്പോൾ അതുപോലെ തന്നെ പ്ലേറ്റ് ടെക്ടോണിക്സ്, ഫലക ചലനം. അപ്പൊ ഈ 4 പോയിന്റ് 1/2 മാർക്ക് വെച്ച് കിട്ടുന്നു. 4 പോയിന്റ് എഴുതുമ്പോൾ 1/2 മാർക്ക് വെച്ച് അങ്ങനെ 2 മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതുന്നതെങ്കിൽ 1 മാർക്ക് ലഭിക്കും. എനിവേ ഇതായിരുന്നു അതിന്റെ ഉത്തരം. വിരൂപണ ചലനങ്ങൾ അല്ലെങ്കിൽ സ്ഥര വിരൂപണ ചലനങ്ങൾ എന്ന് പറയും. അതിലേതെങ്കിലും 4 പോയിന്റ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ ആണ്. A+ വീഡിയോ ചെയ്ത അതിനകത്ത് പറഞ്ഞിരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഒരു റീജിയണൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ട് മേഖലാ സമീപനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. അതേ ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നു. ബ്രാഞ്ചസ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്ലോ ചാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ബ്ലാങ്ക് ആണുള്ളത്. അപ്പോൾ ഓരോന്നിലും നിങ്ങൾ കൃത്യമായി ശരി ഉത്തരം എഴുതുന്നതനുസരിച്ച് 1/2 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ മൊത്തം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ A എന്ന് പറയുന്നത് റീജിയണൽ ഡെവലപ്മെന്റും റീജിയണൽ പ്ലാനിങ്ങും കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ആദ്യം 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ബ്രാഞ്ചസ് ആണുള്ളത്. അതായത് റീജിയണൽ ഡെവലപ്മെന്റ്, അതായത് മേഖല വികസനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് മേഖല പഠനം അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ് എന്ന് പറയും. ഓക്കെ, റീജിയണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ്, മേഖലാ പഠനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ് എന്ന് എഴുതാം. രണ്ടാമത്തത് റീജിയണൽ ഡെവലപ്മെന്റ് കൊടുത്തു. B എന്ന് പറയുന്നത് റീജിയണൽ അനാലിസിസ് ആണ്, മേഖല വിശകലനമാണ്. മേഖല വിശകലനമാണ് B എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി റീജിയണൽ പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ A എന്ന് പറയുന്നതിനെ 3 ആയിട്ട് തിരിക്കാം. മാക്രോ, മെസോ, മൈക്രോ. ഓക്കെ, അപ്പൊ മാക്രോ എന്ന് പറയാം മാക്രോ റീജിയണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ വിശാലമായ മേഖലാ പഠനം. വിശാലമായ മേഖലാ പഠനമാണ് സിയിൽ എഴുതേണ്ടത്. ആൻഡ് ഫൈനലി റീജിയണൽ പ്ലാനിങ്ങിന് 2ആയിട്ട് തിരിക്കാം. റൂറൽ പ്ലാനിങ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് വരും? അർബൻ പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഗ്രാമീണ ആസൂത്രണം, ഇവിടെ നഗര ആസൂത്രണം. റൂറൽ പ്ലാനിങ് കൊടുത്ത സ്ഥിതിക്ക് ഇവിടെ എന്തായിരിക്കും? അർബൻ പ്ലാനിങ്. അപ്പൊ എന്തൊക്കെയാണ് ശരി ഉത്തരങ്ങൾ? A എന്ന് പറയുന്നത് റീജിയണൽ സ്റ്റഡീസ്, മേഖല പഠനം. B എന്ന് പറയുന്നത് മേഖല വിശകലനം, റീജിയണൽ അനാലിസിസ്. C എന്ന് പറയുന്നത് മാക്രോ റീജിയണൽ സ്റ്റഡീസ്, വിശാലമായ മേഖലാ പഠനം. D എന്ന് പറയുന്നത് അർബൻ പ്ലാനിങ്, നഗര ആസൂത്രണം. ഓക്കെ, ഇതാണ് 9th ക്വസ്റ്റ്യന്റെ ശരി ഉത്തരം. ഇനി 10th ക്വസ്റ്റ്യൻ ഡ്രെയിനേജിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന റിവറിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിവറിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ ബ്രഹ്മപുത്രയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് എഴുതേണ്ട. സാധാരണ 3 മാർക്കിന് 4 മാർക്കിനും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വെറും 2 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. 2 പോയിന്റ്, അതായത് ഹിൻസ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഒന്ന് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ഒറിജിൻ, ഉത്ഭവം എവിടെ നിന്നാണ്. B എന്ന് പറയുന്നത് ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ അതിന്റെ പോഷക നദികളെ എഴുതാനാണ്. ബ്രഹ്മപുത്രയെ പറ്റി ഒറിജിൻ എന്താണ്? ചെമയുണ്ടും ഗ്ലേഷ്യർ ഓഫ് കൈലാസ് റേഞ്ച് നിയർ മാനസരോവർ ലേക്ക്. എവിടെയുള്ള? കൈലാസ് മലനിരകൾ അല്ലെങ്കിൽ പർവ്വതനിരകൾക്കിടയിലുള്ള മാനസരോവർ തടാകത്തിലെ ചെമയുണ്ടുങ് എന്ന് പറയുന്ന ഹിമാനി ഗ്ലേഷ്യർ, ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം. ഓക്കെ, ഒറിജിൻ ഫ്രം ചെമയുണ്ടുങ് ഗ്ലേഷ്യർ ഓഫ് കൈലാസ് റേഞ്ച് നിയർ
മാനസരോവർ ലേക്ക്. ഇനി ട്രിബ്യൂട്ടറീസ്, കുറേ ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു 2 ട്രിബ്യൂട്ടറീസിന്റെ പേര് എഴുതുക. സാങ്പോ ഉണ്ട്, ബുർഹി, ദിഹങ്ക്, ധൻസ്താരി, സുബൻസിരി, മാനസ്, ടീസ്റ്റ. ടീസ്റ്റയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ടീസ്റ്റ, ദിഹങ്ക്, ദിബാങ്ക് എന്നൊക്കെ പറയുന്നത്. സുബൻസിരി ഒക്കെ ഫേമസ് ആണ്. മാനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും 2 എണ്ണത്തിന്റെ പേര് എഴുതുക. അങ്ങനെ 1+1 2 മാർക്സ് അങ്ങനെ ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എനി 4 എഫക്ട്സ് ഓഫ് എർത്ത് ക്വേക്ക്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു. എർത്ത് ക്വേക്കിന്റെ എഫക്ട്സ് എന്തെല്ലാമാണ്? അതായത് ഒരുപാട് എഫക്ട്സ് ഉണ്ട്, 8 10 എഫക്ട്സ്, 12 എഫക്ട്സ് എന്തോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സിലൊക്കെ ഉള്ളതാണ്. അതിൽ ഏതെങ്കിലും 4 എഴുതുക. അപ്പൊ ഇതിലുണ്ട് ലാൻഡ് സ്ലൈഡ് എഴുതാം, ഫയർ എഴുതാം, സുനാമി എഴുതാം, കൊളാപ്സ് എഴുതാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 എഴുതുക. 1/2 മാർക്ക് വെച്ച് 2 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് പ്രൈമറി ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ഓഷൻ കറന്റ്സ്. പ്രൈമറിയും സെക്കൻഡറി ഫോഴ്സസ്, ഇത് നമ്മുടെ A+ ക്വസ്റ്റ്യൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓഷൻ കറന്റ്സ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങളുടെ പ്രാഥമിക കാരണങ്ങൾ എന്തെല്ലാമാണ്, സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ. ബലങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. അപ്പോൾ അവിടെയും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് 4 എഴുതാം. ഹീറ്റിംഗ് ബൈ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, സൗരോർജം എന്ന് എഴുതാവുന്നതാണ്. വിൻഡ്, കാറ്റ് എഴുതാം. ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം എന്ന് എഴുതാം. കോറിയോളിസ് ഫോഴ്സ്, കോറിയോളിസ് ബലം. ഇത് 4 എഴുതുന്നതിന് വീണ്ടും 1/2 മാർക്ക് വെച്ച് 4 പോയിന്റ്, അങ്ങനെ മൊത്തം 2 മാർക്ക് ലഭിക്കുന്നു. അടുത്തതും നമ്മൾ പറഞ്ഞതാണ്, ക്ലൗഡിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്നു എന്നും A+ ക്വസ്റ്റ്യൻസ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അതേ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നു. ക്ലൗഡ്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മാച്ച് ചെയ്യാനാണ്. നിങ്ങളിങ്ങനെ മാച്ച് ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? നേരെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇപ്പൊ സിറസിന്റെ നേരെ ഇവിടെ ബ്ലാക്ക് ഓർ ഡാർക്ക് ഗ്രീൻ കളർ എന്നാണ്. അപ്പൊ അതല്ല. എന്താണ് കറക്റ്റ് ഉത്തരം? തിൻ ഫെദറി അപ്പിയറൻസ് എന്നാണ്. അപ്പൊ അത് അതേപോലെ എടുത്തെഴുതുക, നേരെ എഴുതുക. ക്യുമുലസ് മേഘങ്ങൾ ഇങ്ങനെയുള്ളതാണ്, പഞ്ഞിക്കെട്ട് പോലുള്ളതാണ് അല്ലെ, ലുക്ക് ലൈക്ക് കോട്ടൺ ബൂൾ. അത് നേരെ മാർക്ക് ചെയ്യുക, നേരെ എഴുതുക. സ്ട്രാറ്റസ് ലേയേർഡ് ആണ്, പാളിയായി കാണപ്പെടുന്നതാണ്. അപ്പൊ ലേയേർഡ് ക്ലൗഡ്, അത് ലാസ്റ്റത്തെ, അത് നേരെ എഴുതുക. ഇനി ലിംബസ് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ഗ്രേ ഇൻ കളർ. അപ്പൊ സിറസ് എന്ന് പറയുന്നത് നേർത്ത തൂവൽ രൂപം, ക്യുമുലസ് പഞ്ഞിക്കെട്ട് പോലെയുള്ള കാണുന്നവ, സ്ട്രാറ്റസ് ആകാശത്ത് സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു, അടുക്കുകളായി കാണപ്പെടുന്നു, നിംബസ് കറുപ്പ് അല്ലെങ്കിൽ ചാരനിറത്തിലുള്ളവ. അതായിരുന്നു അതിന്റെ ഉത്തരം. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം, ഇമ്പോർട്ടൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതും ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് ചോദിക്കുമെന്ന് നമ്മുടെ A+ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മീറ്റിയോളജിക്കലി അല്ലെ, കാലാവസ്ഥപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഹരിതഗ്രഹവാതകമാണ്. ഈ കാരണം ഭൂമിയിലോട്ട് സൗരവികിരണത്തെ, ഇൻസോലേഷനെ കടത്തിവിടുന്നു, പക്ഷെ തിരിച്ചു പോകുന്ന ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷനെ കടത്തിവിടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പോയിന്റുകളുണ്ട്. പാരഗ്രാഫായിട്ടോ 4 പോയിന്റ് ആയിട്ടോ എഴുതാം. അങ്ങനെ 2 മാർക്ക് ലഭിക്കുന്നു. അടുത്ത 15ാമത്തെ ചോദ്യം നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അല്ലാതെ തന്നെ ചാനലിൽ ഷോർട്ട് വീഡിയോ ഒക്കെ കിടക്കുന്ന വീഡിയോ ആണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളറകളെ അല്ലെങ്കിൽ ഭൂമിയുടെ പരോക്ഷ സ്രോതസ്സുകൾ, ഉള്ളറകളെ പറ്റി നമുക്ക് വിവരങ്ങൾ നൽകുന്ന പരോക്ഷ സ്രോതസ്സുകൾ ഏതെല്ലാം എന്നത്. ഏതെല്ലാം വരും? പരോക്ഷമാണ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ലഭിക്കും, നമുക്ക് നേരിട്ട് ലഭിക്കാത്തവയാണ്. അപ്പൊ ടെമ്പറേച്ചർ, താപം, പ്രഷർ, മർദ്ദം, ഡെൻസിറ്റി, അതാണ് സാന്ദ്രത, മീറ്റിയോർസ് അല്ലെങ്കിൽ നമ്മുടെ ഉൽക്കകളെ പറ്റി, ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണ, സീസ്മിക് ആക്ടിവിറ്റി അതായത് നമ്മുടെ ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക വലയത്തിന്റെ കാര്യങ്ങൾ. ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ് എഴുതുക. 4 ആ വേർഡുകൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 4 എണ്ണത്തിൽ എഴുതുമ്പോൾ 1/2 മാർക്ക് വെച്ചിട്ട് 4 എണ്ണം, അങ്ങനെ 2 മാർക്ക് ലഭിക്കുന്നു. അടുത്തതും ചോദിക്കുന്നു പറഞ്ഞ ചോദ്യമാണ്, മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. അതില് 1 എണ്ണം നൽകിയിട്ടുണ്ട്, ബാക്കി 4 എണ്ണം ഫില്ല് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വളരെ. അതായത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ആ പോയിന്റുകൾ എഴുതിയാൽ മതി. പാരന്റ് മെറ്റീരിയൽ, മാതൃശില അല്ലെങ്കിൽ എന്താണ് മാതൃഘടകങ്ങൾ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എഴുതുക. ബാക്കി ഏതെല്ലാം വരും? അറിയാവുന്നതാണ്. ഏതൊക്കെ വരും? ടോപ്പോഗ്രഫി വരും അല്ലെ, ഭൂപ്രകൃതി വരും, ക്ലൈമറ്റ് കാലാവസ്ഥ വരും, ബയോളജിക്കൽ ആക്ടിവിറ്റി ജൈവിക പ്രവർത്തനങ്ങൾ വരും, ടൈം അല്ലെങ്കിൽ കാലപ്പഴക്കം, സമയമല്ല കാലപ്പഴക്കം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടൈം, അത്രയും വരും. ഇതാണ് മണ്ണ് രൂപീകരണത്തിന്. അപ്പൊ ഇവിടെ 4 പോയിന്റ് ആണ് എഴുതാൻ, 4 ബ്ലാങ്ക് ആണുള്ളത്. അവിടെ നിങ്ങൾ പണം മരിച്ചൊന്നും എഴുതണമെന്നില്ല, ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. A ഇല്ല, A കൊടുത്തിട്ടുണ്ട്, ബാക്കി BCDE എന്ന് എഴുതിയാൽ മതി. അങ്ങനെ 1/2 മാർക്ക് വെച്ച് 4 പോയിന്റ്, 2 മാർക്ക് ലഭിക്കുന്നു. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോറസ്റ്റ് ടൈപ്പ് ഇൻ ഇന്ത്യ, റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് കഴിഞ്ഞ മോഡലിന് MCQ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
അല്ലെ, അതായത് അവിടുത്തെ മോസ്റ്റ് കോമൺ ഫോറസ്റ്റ് ടൈപ്പ് ഏത് എന്ന് ചോദിച്ചിരുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന MCQ അല്ലായിരുന്നു, അല്ലാതെ എഴുതാനായിട്ടാണ് ചോദിച്ചിരുന്നത്. ഡെസീഡിയസ് ഫോറസ്റ്റ് ആണ് അല്ലെ, ഇലപൊഴി വനങ്ങളാണ്. അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്, അതിന്റെ സവിശേഷതകൾ എഴുതുക. അപ്പൊ ഏതാണെന്ന് എഴുതുമ്പോൾ, ട്രോപ്പിക്കൽ ഡെസീഡിയസ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ലഭിക്കുന്നു. ഇതിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ അര വെച്ച് 2 പോയിന്റ് എഴുതുമ്പോൾ വീണ്ടും 1 മാർക്ക് ലഭിക്കുന്നു. അങ്ങനെ മൊത്തം 2 മാർക്ക്. ക്യാരക്ടറിസ്റ്റിക്സ് ഇലപൊഴി വനങ്ങളാണ്, പേരിൽ തന്നെ ഉണ്ട് ഡെസീഡിയസ്. അപ്പോൾ ഇലപൊഴിയുന്നു, വർഷത്തിൽ എപ്പോഴും അത് എവർഗ്രീൻ അല്ല, ഹരിത അല്ലെങ്കിൽ എന്താണ് പച്ചപ്പ് നിറഞ്ഞതല്ല. പിന്നെ എന്താണ് 2 തരം ഡെസീഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, മോയിസ്റ്റ് ഡെസീഡിയസും ഡ്രൈ ഡെസീഡിയസ്. വരണ്ട ഇലപൊഴി വനങ്ങളുമുണ്ട്, ഈർപ്പ ഇലപൊഴിയും വനങ്ങളുണ്ട്. അതായത് മരങ്ങളുടെ പേര് ടീക്ക് ഒക്കെ എഴുതാം നിങ്ങൾക്ക്, തേക്ക് എന്നൊക്കെ എഴുതാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇലപൊഴി മരങ്ങളുടെ പേരൊക്കെ എന്താണ് മരങ്ങളുടെ പേര് എഴുതുമ്പോഴും പോയിന്റ് ലഭിക്കുന്നു. ഇതായിരുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി ഇതും ഞാൻ പറഞ്ഞിരുന്നു, ചോദിക്കുമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ബോക്സിൽ കുറെ ഭൂരൂപങ്ങളുടെ പേര് കൊടുക്കും. എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി ഇതെടുത്ത് എഴുതണം. അതിന്റെ ഏതെല്ലാമാണ്. അപ്പൊ 2 ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 2 മാർക്കിന് ചോദ്യമല്ലേ, അങ്ങനെ മൊത്തം 4 ബ്ലാങ്ക്. ഒഴുകുന്ന ജലം, റണ്ണിങ് വാട്ടർ ഏത് വരും, വി ഷേപ്ഡ് വാലി, വി രൂപ താഴ്വര, അപരതനം. ഇപ്പൊ ഇവിടെ വി രൂപ താഴ്വര എഴുതണം. ഇനി അടുത്തത് ഡ്രംലിൻ ആണ്. ഡ്രംലിൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഗ്ലേഷ്യസ്, ഹിമാനിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ എടുത്ത് എഴുതണ്ട. ഇനി ഓക്സ്ബോ ലേക്ക് വരുന്നുണ്ട്. ഓക്സ്ബോ ലേക്ക് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകം, അതപ്പോൾ എന്താണ്, ഒഴുകുന്ന ജലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് എവിടെ എഴുതാം, നിങ്ങൾക്ക് നിക്ഷേപണ ഭൂരൂപത്തിൽ എഴുതാവുന്നതാണ് ഓക്സ്ബോ ലേക്കിനെ പറ്റി. ഇനി ബർക്കൻസ്, ബർക്കൻസ് കാറ്റുമായി ബന്ധപ്പെട്ടതാണ്, ബർക്കൻസും കുൺഷിലയും. അപ്പൊ അത് എന്തായാലും ഇവിടെ എടുത്ത് എഴുതാം. ഇനി ബർക്കൻ എന്ന് പറയുന്നത് എന്താണ്, ചന്ദ്രക്കല രൂപത്തിലുള്ള മണൽക്കൂനകളാണ്. അപ്പൊ അതൊരു നിക്ഷേപമാണ്. അപ്പൊ ബർക്കൻസ് ഇവിടെ എഴുതാം. അതുപോലെ തന്നെ കൂൺശില എന്ന് പറയുന്നത് കാറ്റിന്റെ ഒരു അപരതനമാണ്, ഒരു മഷ്റൂം റോക്ക് എന്ന് പറയും അല്ലെ, മഷ്റൂം റോക്ക്. അപ്പൊ മഷ്റൂം റോക്ക് നിങ്ങൾക്ക് വിൻഡിന്റെ ഇറോഷനിൽ എഴുതാം, വി ഷേപ്ഡ് വാലി റണ്ണിംഗ് വാട്ടറിന്റെ ഇറോഷനിൽ എഴുതാം. ഇനി അതുപോലെ ബർക്കൻസ് എവിടെ എഴുതാം, വിൻഡിന്റെ ഡെപ്പോസിഷനിൽ എഴുതാം. അതുപോലെ ഓക്സ്ബോ ലേക്ക് എന്തിന്റെ, റണ്ണിംഗ് വാട്ടറിന്റെ ഡെപ്പോസിഷൻ ആയിട്ട് എഴുതാം. ഇത്രയുമാണ് സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. കമ്മിങ് ടു നെക്സ്റ്റ് സെക്ഷൻ, സെക്ഷൻ സി എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ 8 ചോദ്യങ്ങളുണ്ട്, അതിൽ 6 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. എത്ര ചോദ്യം എഴുതിയാൽ മതി, 6 ചോദ്യങ്ങളുണ്ട്. 2 ഇവിടെയും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. So 19ാമത്തെ ചോദ്യം, ഇന്ത്യസ് ക്ലൈമറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്, എക്സ്പ്ലെയിൻ എനി 3 ഓഫ് ദം. ഓക്കെ, ഇതില് ഈ ഒരു എക്സ്പ്ലെയിൻ എനി 3 എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ചോദ്യമാണ്. ചിലപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാലാവസ്ഥയുടെ ഘടകങ്ങൾ, ഇന്ത്യയുടെ കാലാവസ്ഥയുടെ ഘടകങ്ങൾ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ വിശദീകരിക്കുന്നില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാം, ഇത് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ആ ഒരു പാർട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിച്ച് പോകുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശം, ഹിമാലയൻ മൗണ്ടൻസ്, ഹിമാലയൻ പർവ്വതങ്ങളുടെ സ്വാധീനം, പിന്നെ ലാൻഡ് ആൻഡ് വാട്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, കരയുടെയും കടലിന്റെയും വ്യത്യസ്തമായ വിതരണം, ഡിസ്റ്റൻസ് ഫ്രം സീ, കടലിൽ നിന്നുള്ള ദൂരം, ആൾട്ടിറ്റ്യൂഡ് ഉയരം, റിലീഫ് ഭൂപ്രകൃതി. ഇതൊക്കെ പോയിന്റ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഇതിന്റെ പോയിന്റുകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു മാർക്കും ലഭിക്കാം. ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുമെന്ന് പറഞ്ഞതാണ്. 3 ഫലക ചലനങ്ങളെ പറ്റി എഴുതാനാണ്. എന്താണ്, വിയോജക സീമ അല്ലെങ്കിൽ വിയോജക ഫലക അതിര് എന്ന് പറയാറുണ്ട്, ഡൈവേർജന്റ്, കൺവേർജന്റ് സംയോജക സീമകൾ, അതുപോലെ ട്രാൻസ്ഫോം ഛേദക സീമകൾ. ഇതിനെ പറ്റി എഴുതുക. പടമൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ എഴുതാൻ പറ്റുമെങ്കിൽ അല്ലാതെയും എഴുതുക. ഇനി 21ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്രസ്റ്റ്, മാന്റിൽ, കോർ. അതായത് ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്. അതിൽ തന്നെ 2 ആക്കുന്നുണ്ട്, അകക്കാമ്പ്, പുറക്കാമ്പ്. ഇത് പണ്ട് മുതലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പടം വരയ്ക്കാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്രസ്റ്റ്, മാന്റിൽ, കോറിനെ പറ്റി ഏതെങ്കിലും എല്ലാത്തിനെ പറ്റി ഈ 2 പോയിന്റുകൾ വെച്ച് എഴുതുക. അങ്ങനെ 1/2 മാർക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 22, ഡിസ്ക്രൈബ് 3 ഡിഫറെന്റ് വേസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ പറഞ്ഞതാണ് സ്ഥിരമായി ചോദിക്കുന്നത്. മോഡലിനും ബോർഡിനും ഒക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചു. ഈ കഴിഞ്ഞ എന്തിന് ചോദിച്ചു, മോഡലിനും ചോദിച്ച ചോദ്യമാണ്. അന്തരീക്ഷം ചൂടുപിടിക്കുകയും നൽകുകയും ചെയ്യുന്ന വ്യത്യസ്ത മാർഗങ്ങൾ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതുപോലെ തന്നെ അഡ്വെക്ഷൻ. ഇതാണ് അവിടെ എഴുതേണ്ടത്. സംവഹനം, സംനയനം, അഭിവഹനം, അതുപോലെ ഭൗമവികിരണം. ഇതിൽ ഏതെങ്കിലും 3 മതി. ആ 3 പറ്റിയും എഴുതുക, നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് വീണ്ടും ഡയറക്റ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ മോഡൽ. മോഡലിൽ നിന്ന് ഡയറക്റ്റ് റിപ്പീറ്റ് വന്നു, ചിത്രം തന്നിട്ട് ചോദ്യം, അതിൽ നിന്ന് കണ്ടെത്താൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഏതാണ്, സ്റ്റാലക്ടൈറ്റ് ആണ്. ബി എന്ന് പറയുന്നത് സ്റ്റാലക്
സോറി, ബി എന്ന് പറയുന്നത് പില്ലറാണ്. ഇപ്പൊ രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളൂ. സ്റ്റാലക്മൈറ്റ് ചോദിച്ചിട്ടില്ല. എ എന്ന് പറയുന്നത് സ്റ്റാലക്ടൈറ്റ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? പില്ലറാണ്. ഓക്കെ, പില്ലർ അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്ന് പറയും. ഇനി ഏതിന്റെയാണ്, ഏത് ഇറോഷണൽ ഏജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടുത്തെ എന്താണ് നമ്മുടെ ഭൂരൂപീകരണ സഹായി ആരാണ്? ഗ്രൗണ്ട് വാട്ടർ ആണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭ ജലമാണ്. അത്ര എഴുതിയാൽ മതി, 3 മാർക്ക് ലഭിക്കും. ഇനി അടുത്തതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ അറേബ്യൻ സീൽ ഐലൻഡ് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലെ ഐലൻഡ്. അറേബ്യൻ സീൽ ഐലൻഡിനെ പറ്റി ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ലക്ഷദ്വീപാണ് എഴുതേണ്ടത്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഐലൻഡ് ഗ്രൂപ്പ് ലൊക്കേറ്റഡ് ഇൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് സാലിയൻ ഫീച്ചേഴ്സ്. അതായത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹവും അതിന്റെ സവിശേഷതകളും, അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ പറ്റിയാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് എഴുതുമ്പോൾ തന്നെ അവിടെ 1 മാർക്ക് കിട്ടുന്നു. അതിന്റെ പോയിന്റ് എഴുതുമ്പോൾ 2 മാർക്ക് ലഭിക്കുന്നു. ഒരുപാട് പോയിന്റുകളുണ്ട്. അതെന്താണ്? ഒരു വോൾക്കാനിക് ഐലൻഡ് ആണ്. അതുപോലെ അവിടുത്തെ മറ്റ് പ്രത്യേകതകൾ അല്ലെ, അത് ടെക്ടോണിക് ഒറിജിൻ ആണ്. അതായത് ഫലകചലനത്തിന്റെ പ്രവർത്തനത്താൽ ഉണ്ടായതാണ്. ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ. ബാരൻ ഐലൻഡ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതുമ്പോൾ 2 മാർക്ക് കൂടി ലഭിക്കുന്നു. അങ്ങനെ മൊത്തം 3 മാർക്ക് ലഭിക്കുന്ന ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ യൂണിവേഴ്സ് അക്കോർഡിംഗ് ടു ബിഗ് ബാങ് തിയറി. വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബിഗ് ബാങ് തിയറിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. 3 സ്റ്റേജസ് വളരെ വ്യക്തമായി നിങ്ങൾ എഴുതുവാണെങ്കിൽ ഫുൾ മാർക്ക് ലഭിക്കും. ഇത് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു, IA+ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ചോദിക്കുമെന്ന്. 3 പോയിന്റുകൾ എഴുതുമ്പോൾ 3 മാർക്ക് ലഭിക്കുന്നു. ഇനി 26ാമത്തെ ചോദ്യം 3 കാര്യങ്ങളെ 3 എന്താണ് പേരുകൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ടോപ്ഡ് സീ മൗണ്ട്. ഫ്ലാറ്റ് ടോപ്ഡ് സീ മൗണ്ടിന്റെ പേര് എന്താണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സീ മൗണ്ടിന് ഫ്ലാറ്റ് ടോപ്പ് ആണെങ്കിൽ എന്നെ വിളിക്കുന്ന പേര് ഗയോട്ടുകൾ എന്നാണ്. അതാ ഇങ്ങനെ ഇരിക്കുന്ന ഗയോട്ടുകൾ, അതാ ഈ രൂപത്തിൽ വരുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഗയോട്ടുകൾ. കടലിനടി കാണുന്നതാണ് ഗയോട്ടുകൾ. ഇനി അടുത്തത് എന്താണ്? The low island found in tropical oceans consisting of coral reefs surrounding. ഉഷ്ണമേഖല സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റും കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴ ദ്വീപുകളെ അറ്റോളുകൾ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? അറ്റോളുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏയുടെ ഉത്തരം ഗയോട്ട്. മുകൾ ഭാഗം പരന്ന കടൽ കുന്നുകളെ ഗയോട്ടുകൾ എന്നും, അതുപോലെ തന്നെ ലോ ഐലൻഡ് ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ഓഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് കോറൽ റീഫ്സിനെ അറ്റോൾ, ATOLLS അറ്റോൾസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ചോദ്യം അതിലെ സെക്ഷൻ, അതായത് 26ാമത്തെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ലെയർ ഓഫ് ഓഷൻ വാട്ടർ വെയർ ടെമ്പറേച്ചർ ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് ഡെപ്ത്, തെർമോക്ലൈൻ. ഇതും നമ്മുടെ സലിനിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഓഷൻ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സലിനിറ്റി അല്ല, ഓഷൻ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. തെർമോക്ലൈൻ ഒരു പർട്ടിക്കുലർ പോയിന്റ്, കടലിന്റെ അടിയിൽ ഒരു പ്രത്യേക അതിർത്തിയിലെത്ത ഒരു ഭാഗത്തെത്തുമ്പോൾ കുത്തനെ എന്ത് ചെയ്യുന്നു? താപനില കുറയുന്നു. അതിനെ വിളിക്കുന്ന പേര് തെർമോക്ലൈൻ എന്നാണ്. അപ്പോൾ ഒന്നുകൂടി പറയും, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം 8 ചോദ്യങ്ങളിൽ 6 അറ്റൻഡ് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ, എയും ബിയും സിയും ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. ഇനിമേ ഉത്തരം ഇതൊക്കെയാണ്. ആദ്യത്തത് ഗയോട്ട്, രണ്ടാമത്തത് അറ്റോള്, മൂന്നാമത്തത് തെർമോക്ലൈൻ. ഓക്കെ, ഇത്രയുമാണ് സെക്ഷൻ സിയിലെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ ഡി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സെക്ഷൻ 4 മാർക്കിൻ്റെത്. ഇവിടെ 6 ചോദ്യങ്ങളുണ്ട്. 4 എഴുതിയാൽ മതി. 4 മാർക്ക് വെച്ച് അങ്ങനെ മൊത്തം 16 മാർക്ക്. അപ്പോൾ 6 ചോദ്യങ്ങളിൽ 4 എഴുതാം. ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് മാപ്പും ഉണ്ട്. മാപ്പ് അറിയാമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനും ഉള്ള ഒരു ഏരിയ ആണിത്. ഇപ്പോൾ 27ാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ഫോംഡ് ബൈ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് സബ് ഡിവിഷൻസ്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ഇന്ത്യയിലെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹിമാലയൻ നദികൾ രൂപപ്പെടുത്തുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? അപ്പൊ ഈ നദികൾ രൂപപ്പെടുത്തുന്ന ഭൂപ്രകൃതി വിഭാഗം എന്താണ്? നമ്മുടെ സമതലങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഉത്തര മഹാസമതലങ്ങൾ എന്നാണ്, നോർത്തേൺ പ്ലെയിൻസ് ആണ്. അപ്പൊ ആ നോർത്തേൺ പ്ലെയിൻസ് എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? അവിടെ 1 മാർക്ക് ലഭിക്കുന്നു. അതാ നോക്കേ, നോർത്തേൺ പ്ലെയിൻസ് എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നു. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അവിടുത്തെ പ്രത്യേകതകൾ, സബ് ഡിവിഷൻസ് ഒക്കെ എഴുതാനാണ്. അതിന്റെ സബ് ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ബാബർ, തെറൈ, അതുപോലെ തന്നെ അലൂവിയൽ പ്ലെയിൻസ്. അതിനെപ്പറ്റി എഴുതുമ്പോൾ ഓരോ മാർക്ക്. ഈ ബാബർ എന്ന് എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബാബറിലാണ് നദികളൊക്കെ അപ്രത്യക്ഷമാകുന്നത്, ഡിസപ്പിയർ ചെയ്യുന്നത്. തെറയിൽ എന്ത് ചെയ്യുന്നു? അപ്പിയർ ആവുന്നു, വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. കാടും കൂടുതൽ വനമൊക്കെ ഉള്ള നാച്ചുറൽ വെജിറ്റേഷൻസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. അലൂവിയൽ പ്ലെയിൻസിനെ വീണ്ടും തിരിക്കുന്നു, ഖാദർ, ബങ്കർ എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നു. ഈ പോയിന്റുകളൊക്കെയാണ് എഴുതേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1.5 പുറമൊക്കെ എഴുതാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്തേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തരമഹാസമതലങ്ങൾ എന്ന് എഴുതുമ്പോൾ 1 മാർക്ക്, അതിന്റെ 3 സബ് ഡിവിഷൻസിനെ പറ്റി എഴുതുമ്പോൾ അങ്ങനെ 1 വീതം നിങ്ങൾ എഴുതുമ്പോൾ ഓരോ മാർക്ക് വെച്ച് ലഭിക്കുന്നു. അങ്ങനെ 3 + 1 4 മാർക്ക്. അടുത്ത 28ാമത്തെ ചോദ്യം, 4
ടേമുകൾ കൊടുത്തിട്ടുണ്ട്, ജോഗ്രഫിക് ടേംസ് കൊടുത്തിട്ടുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ജിയോസ്ട്രോഫിക് വിൻഡ്, ഒന്നാമത്തത് ഭൂവിക്ഷേപവാതങ്ങൾ അല്ലെങ്കിൽ ജിയോസ്ട്രോഫിക് കാറ്റുകൾ എന്താണ് എന്നതാണ് എഴുതേണ്ടത്. എന്താണ് ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറയുന്നത്? isobars, when isobars are straight and when there is no friction, pressure gradient force is balanced by Coriolis force. ഇത് നമ്മുടെ ആ ഒരു പ്ലാനറ്ററി വിൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സമമർദ്ദ രേഖകൾ നേരെയായിരിക്കുമ്പോൾ അവിടെ എന്ത് കാണൂല? ഫ്രിക്ഷൻ ഒന്നുമില്ല, ഘർഷണമൊന്നും ഇല്ലാത്ത സമയത്ത്. അതുപോലെ തന്നെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, അതായത് മർദ്ദചരിവ് മാനബലം. എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്? മർദ്ദചരിവ് മാനബലം എന്തുമായിട്ട് സന്തുലിതാവസ്ഥയിൽ എത്തുന്നു? കോറിയോളിസ് ബലവുമായി എത്തുമ്പോൾ അവിടെ രൂപം കൊള്ളുന്ന അസന്തുലിതാവസ്ഥയിൽ എത്തുമ്പോൾ രൂപം കൊള്ളുന്ന കാറ്റുകളെയാണ് ജിയോസ്ട്രോഫിക് വിൻഡ് അല്ലെങ്കിൽ ജിയോസ്ട്രോഫിക് കാറ്റുകൾ, ഭൂവിക്ഷേപവാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഡയഗ്രാം ഒക്കെ ഉണ്ട്, ഒരു പടമൊക്കെ ഉണ്ട്. അത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഈ ഒരു പോയിന്റ് എഴുതുമ്പോൾ 1 മാർക്ക് ലഭിക്കുന്നു. കാരണം ഇത് ഓരോ പോയിന്റ് എഴുതിയാൽ മതി, ഒറ്റ വരി വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു 1 × 4 അങ്ങനെ 4 മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് വാദമുഖം എന്താണ്? എന്താണ് വാദമുഖം അല്ലെങ്കിൽ എന്താണ് ഫ്രോണ്ട്? എന്താണ് കഴിഞ്ഞ മോഡലിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫ്രോണ്ട് എന്താണ്? വിവിധ തരം ഫ്രോണ്ടുകളെ പറ്റി എഴുതുക. അപ്പൊ ഇവിടെയും അത് സെയിം ചോദ്യം, പക്ഷേ ഫ്രോണ്ടുള്ള വിവിധ തരങ്ങളൊന്നും എഴുതണ്ട. എന്താണ് ഫ്രോണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി. ബൗണ്ടറി ആണ് അല്ലെ, 2 വ്യത്യസ്ത വായു സഞ്ചയങ്ങളുടെ അതിർത്തിയാണ് നമ്മൾ വാദമുഖം അല്ലെങ്കിൽ ഫ്രോണ്ട് എന്ന് വിളിക്കുന്നത്. അത്ര എഴുതിയാൽ മാത്രം മതി. അടുത്ത ചോദ്യം, വാട്ടർ സ്പ്രൗട്ട് എന്താണ്? കടലുകളിൽ രൂപം കൊള്ളുന്ന ടൊർണാഡോകളെയാണ്, കൊടുങ്കാറ്റുകളെയാണ് വാട്ടർ സ്പ്രൗട്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വാട്ടർ സ്പ്രൗട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ വാട്ടർ സ്പ്രൗട്ട് എന്ന് തന്നെയാണ്. ഉത്തരം എന്താണ്? ടൊർണാഡോസ് ഓവർ സീ ആണ്. അതായത് കൊടുങ്കാറ്റുകൾ, കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളെയാണ് വാട്ടർ സ്പ്രൗട്ടുകൾ എന്ന് വിളിക്കുന്നത്. അതിലെ ലാസ്റ്റ് ഓപ്ഷൻ കടൽ കാറ്റ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് സീ ബ്രീസ്? സിമ്പിൾ ആയിട്ട് എഴുതാം, നിങ്ങൾക്ക് ഒറ്റ വരിയിൽ എഴുതാൻ, അത് കൂടുതൽ എഴുതാനുണ്ട് എങ്കിലും ജസ്റ്റ് എന്താണെന്ന് എഴുതുക, 1 മാർക്ക് ലഭിക്കുന്നു. ഇത്രയുമായിരുന്നു ആ 28ാമത്തെ ചോദ്യം. ഇനി 29ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ടൈഡ്സ്, ഇൻഫോർമേഷൻസ് ഓഫ് ടൈഡ് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് സൺ, മൂൺ ആൻഡ് എർത്ത്. ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം ചോദിച്ചില്ലെങ്കിൽ ഈ വട്ടം ചോദിക്കുമെന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. നമ്മുടെ സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ്, വാവു വേലിയും അതുപോലെ തന്നെ സപ്തമ വേലിയെ പറ്റി എഴുതാൻ. സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡിനെ പറ്റിയാണ് പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനെപ്പറ്റി സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ് അതിനെപ്പറ്റി എഴുതുക. ഈ 2 മാർക്ക് വെച്ച് അങ്ങനെ മൊത്തം 4 മാർക്ക് അതിന് ലഭിക്കുന്നു. ആൻഡ് 13th question, scientists who put forward continental theory explain its evidence. വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ വൻകര വിസ്താവന സിദ്ധാന്തം ആര് മുന്നോട്ട് വെച്ചു? അതിന്റെ തെളിവുകൾ, 3 തെളിവുകൾ എഴുതിയാൽ മതി. 5 തെളിവുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫ്രഡ് ബെക്നർ എഴുതുമ്പോൾ 1 മാർക്ക് ലഭിക്കുന്നു. അതിന്റെ തെളിവുകളെ പറ്റി എഴുതുമ്പോൾ തെളിവുകളുടെ പേര് മാത്രം എഴുതിയാൽ മതി. 3 ഏതെങ്കിലും 3 തെളിവുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക പോലും വേണ്ട. എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ച് ലഭിക്കുന്നു. അങ്ങനെ മൊത്തം 4 മാർക്ക് ലഭിക്കുന്നു. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, എർത്തുക്വേക്കിൽ നിന്ന്, വീണ്ടും ഭൂകമ്പത്തിൽ നിന്നൊരു ചോദ്യം. ആൻഡ് എർത്തുക്വേക്ക് ഈസ് ഷേക്കിംഗ് ഓഫ് എർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി 2 ക്വസ്റ്റ്യൻസ്, സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോക്കസ്, എപ്പി സെന്റർ, ഇത് ഞാൻ നമ്മുടെ A+ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞൊരു അതിൽ മെൻഷൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോക്കസ്, എപ്പി സെന്റർ എന്താണെന്ന് എഴുതുക. ഫോക്കസ് ഭൂമിയുടെ ഉള്ളിൽ കാണപ്പെടുന്നത്, എപ്പി സെന്റർ നേരെ മുകളിൽ കാണപ്പെടുന്ന സ്ഥലമാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എനി 4 ടൈപ്സ് ഓഫ് എർത്തുക്വേക്ക്, ഏതെങ്കിലും 4 ഭൂകമ്പങ്ങൾ എഴുതുക. അതും നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണ്, എളുപ്പമുള്ളതാണ്. കൊളാപ്സ്, റിസർവോയർ ഇൻഡ്യൂസ്ഡ്, ടെക്ടോണിക്, വോൾക്കാനിക്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും 4 പേര് എഴുതുക. പേര് മാത്രം എഴുതിയാൽ മതി. ഐഡന്റിഫൈ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആൻഡ് കമ്മിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 32ാമത്തെ ചോദ്യം മാത്സ് ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം 6 ചോദ്യങ്ങളാണ് ഈ സെക്ഷനിലുള്ളത്. 4 അറ്റൻഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് കോൺഫിഡൻസ് ആണ്, എഴുതാൻ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു. 4 ചോദ്യങ്ങളാണ് അതിലുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതെല്ലാമാണ് അതിന്റെ ഉത്തരങ്ങൾ എന്ന് മാർക്ക് ചെയ്ത് തന്നെ കണ്ടെത്താം. The strait separates India and Sri Lanka. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്ക് ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? പാക് സ്ട്രെയിറ്റ് ആണ് ഉത്തരം. എന്താണ് ഉത്തരം? പാക് സ്ട്രെയിറ്റ്. ഇവിടെ ആയിട്ട് വരും പാക് സ്ട്രെയിറ്റ്. ഓക്കെ, PALK ആണ്. പാക് സ്ട്രെയിറ്റ് എന്ന് എഴുതണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ് പാസസ് ത്രൂ ഓൾമോസ്റ്റ് സെന്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? വരച്ചതിനെ കാണിക്കണം. ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. ഓക്കെ, മലയാളത്തിൽ എന്ത് പറയും? ഉത്തരായന രേഖ.
അടുത്ത ചോദ്യം, ദ മൗണ്ടൻ റേഞ്ച് പാരലൽ ടു വെസ്റ്റ് കോസ്റ്റ്, പശ്ചിമ തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പർവ്വത നിരകൾ ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഏതാണ് ഉത്തരം? വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം. ഇത് ഇവിടെ വരും, ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഗുജറാത്തിൽ നിന്നേ തുടങ്ങും. ഈ രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ താഴെ വരെ വരും. ഉത്തരം എന്താണ്? പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സ്. Okay, Western Ghats, Pachimaghattam. And coming to last question, D, the largest river system of Rajasthan. രാജസ്ഥാനിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഏതാണ് നദീവ്യൂഹം ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതാണ് രാജസ്ഥാൻ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ചെറിയൊരു നദിയാണ് ലൂണി. ഏതാണ് ലൂണി? എന്താണ് നദിയുടെ പേര്? ലൂണി. ഓക്കെ, ലൂണിയാണ് ഉത്തരം. ഇത്രയുമാണ് അതിന്റെ ശരി ഉത്തരങ്ങൾ. ഏതെല്ലാമാണ്? ഒന്നാമത്തത് പാക് സ്റ്റേറ്റ്, പാക് കടലിടുക്ക്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ മധ്യത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ, ഉത്തരായന രേഖ, പശ്ചിമ തീരത്തിന് സമാന്തരമായുള്ള പർവ്വതനിരകൾ, വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം, രാജസ്ഥാനിലുള്ള നദി അല്ലെങ്കിൽ നദീവ്യൂഹം ലൂണിയാണ്. ഓക്കെ, ലൂണി. ഇത്രയുമാണ് മാപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 32ന്റെ ശരി ഉത്തരം. സോ ഇത്രയുമാണ് നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്, ആൻസർ കീ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാവരും ശരിയൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ചാനലിൽ ചെയ്ത A+ ക്വസ്റ്റ്യൻസിൽ നിന്നും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് ഇനി അടുത്ത വർഷത്തെ എക്സാംസിനൊക്കെ ഉള്ള മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ട് കാണാം. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല മാർക്ക് ലഭിക്കട്ടെ. താങ്ക് യു.